ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇതാ സ്കൈ വാക്കിലാണുള്ളത്. പെല്ലിങ്ങിലുള്ള സ്കൈ വാക്കിൽ തന്നെയാണുള്ളത്. നമ്മളിവിടുന്ന് നേരെ ഡാർജിലിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മളിതാ ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് സ്കൈ വാക്കിൽ നിന്ന്. കുത്തനുള്ള ഇറക്കാം കേട്ടോ. പുതിയ എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അത് ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ ക്രോസ് വെക്കാതിരുന്നാൽ മതിയെന്ന് വരും. ഞാനത് രണ്ടരം കൊണ്ട് ഞാൻ പിന്നെ കയറാം. ഫുള്ള് ക്രോസ് ആയിട്ടുള്ളേ, ഒന്നും പേടിക്കാനുള്ളൊരു സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. അപ്പം നമ്മളെ കഞ്ചൻജുങ്കയും കാണാൻ പറ്റിയില്ല. കഞ്ചൻജുങ്കയും മിസ്സായി ഇവിടുന്ന്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞങ്ങളങ്ങനെ പെല്ലിങ്ങിൻ്റെ തന്നെ വേറൊരു വഴിക്കൂടി തന്നെ നേരെ വെസ്റ്റ് ബംഗാളിലേക്ക് കയറുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വഴിയൊക്കെ കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് തുറന്നു നോക്കിയിട്ട് ഞങ്ങൾക്ക് പോവേണ്ട സ്ഥലം നോക്കും, എന്നിട്ട് അതിലേക്ക് കൂടി അത് റോഡ് പാസ് ചെയ്യുന്നുണ്ടോ നോക്കും. എന്നിട്ട് അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുന്നത്. നോക്കിയാൽ ഫുള്ള് വലിയ ബിൽഡിംഗ് ഒക്കെ വന്നാണ്ടോ. നമ്മൾ വില്ലേജിൽ നിന്ന് പിന്നെയും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ വളഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് കയറാനുള്ള പുതിയൊരു വഴിയുണ്ട്. ആ വഴി കൂടിയാണ് പോകുന്നത്. നോക്കിയാൽ വലിയൊരു ടൗൺ കാര്യങ്ങളൊക്കെ വന്നില്ലേ. നമ്മൾ ഇത്രയും നേരം ചെറിയ വില്ലേജുകളും കാര്യങ്ങളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് എന്തായാലും നോക്കാം ഏത് വഴിക്കാണ് പോകുന്നതെന്ന്. ഗൂഗിൾ മാപ്പ് സഹായത്തോടെയാട്ടോ ഞങ്ങൾ ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സ്ഥലത്ത് പോകണമെങ്കിലും ഗൂഗിൾ മാപ്പ് നോക്കാറുണ്ട്. നോക്കിയാൽ നല്ല അടിപൊളി റോഡ് വന്നില്ലേ. സിക്കിമാണ്, പക്ഷേ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല. അപ്പോൾ എങ്ങോട്ടേക്ക് എവിടെ നിന്നാണ് പണിയിട്ടുന്നത് ഒന്നും പറയാൻ പറ്റൂല. കാരണം സിക്കിംസ് റോഡ് നമ്മൾ അനുഭവിച്ചത് അറിഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇതൊരു നദിയായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ശരിക്കും മഞ്ഞുരുക്കിയിട്ട് വരുന്ന വെള്ളമാണ് എല്ലാ സ്ഥലത്തും എത്തിയിട്ട് നദിയായിട്ട് മാറുന്നതെന്നാണ് ഞാൻ പോയിൽ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഭംഗിയാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറഞ്ഞ ഒരു നോർമൽ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയിപ്പം വെസ്റ്റ് ബംഗാളിൽ എന്താണെന്ന് അറിയില്ല. വെസ്റ്റ് ബംഗാളിലാണ് ഈ ഡാർജിലിങ്ങിനുള്ളത്. അപ്പോൾ നമുക്ക് ഡാർജിലിങ്ങിൻ്റെ ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാട്ടോ പോകുന്നത്. നോക്കിയാൽ നല്ല രസമില്ലേ, ഭംഗി. ഇവിടെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. നമ്മളെ ക്യാമറേനെക്കാട്ടിയും ഭയങ്കര ഭംഗിയാണ് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത്. എന്നാൽ നല്ല റോഡാട്ടോ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മളൊരു ടണലിൻ്റെ ഉള്ളിൽ കയറി. കുറേ നേരമായിട്ടോ ഈ ടണലിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അപ്പോൾ നമ്മൾ ടണലിന് ഇത്രയും ലോങ് ആയിട്ടുള്ള ടണൽ ഇതുവരെ നമ്മൾ കയറിയിട്ടില്ല. നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡൊക്കെ ചെറുതാണെങ്കിലും നല്ല രസമുണ്ട് പോകാനായിട്ട്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കണ്ടോ നീല ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കുന്നത്. കുറച്ചും കൂടി ലൈറ്റ് ഉണ്ടെങ്കിൽ സെറ്റായേനെ. കുറച്ച് ലൈറ്റേ ഉള്ളൂ. നമ്മളെ ഇതും കൊണ്ട് പോകുന്നതാണ്. അത് നമ്മളെ ഔട്ട് സൈഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ടണൽ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ പുറത്തോട്ടെത്തി. അപ്പോൾ നമ്മൾ സിക്കിമിൽ നിന്ന് പെട്രോൾ അടിക്കാട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യം ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് 102 രൂപ 85 പൈസയാണ് സിക്കിമിലെ പെട്രോൾ പൈസ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് നടക്കാൻ പോകുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലേക്കാണ് പോകുന്നത്. അവിടെ 106 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചിട്ട് നേരെ പോവാണ്. വെസ്റ്റ് ബംഗാളിലേക്കാണ് കയറുന്നത്. നമ്മളങ്ങനെ സിക്കിം വിട്ട്, അതാണ് സിക്കിം. ജോറത്ത എന്ന് പറഞ്ഞ ലാസ്റ്റ് വില്ലേജാണ് അപ്പുറത്തുള്ളത്. ഈ നദീൻ്റെ അപ്പുറത്ത് ലൈറ്റൊക്കെ കാണില്ലേ. ഇവിടെ വെസ്റ്റ് ബംഗാളിലെ നമ്മളിപ്പം കയറിയ ആദ്യത്തെ വില്ലേജ് എത്തി. വെസ്റ്റ് ബംഗാൾ. അത് നമ്മൾ വെസ്റ്റ് ബംഗാൾ കൂടിയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഇരുമ്പിൻ്റെ പാലാട്ടോ ക്രോസ് ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിലാണ് ഇരുമ്പിൻ്റെ പാലം ക്രോസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തത്. വെസ്റ്റ് ബംഗാളിൻ്റെതും അതേപോലെ തന്നെ സിക്കിമിൻ്റെതും. അപ്പോൾ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കയറി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മളിപ്പോൾ ഉള്ളത് ഡാർജിലിംഗ് പോകുന്ന ബൈക്ക് തന്നെയാണ്. അവിടെ നമ്മൾ ഇന്നലെ രാത്രി ടെൻ്റ് അടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചോദിച്ചു രാത്രിയായപ്പോൾ തന്നെ. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ താഴെ ക്യാമ്പിംഗ് ഉണ്ട്, ടെൻറ്റ് ക്യാമ്പിംഗ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് സൈഡിലായിട്ടും ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു സാധനം കണ്ടു, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടുന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരെ ഒരു പുതിയ വീടുണ്ടായിരുന്നു എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞ് ഇതാ മുപ്പത് എവിടെയും കിടക്കുന്നുണ്ട്. ഞാൻ ടെൻ്റ് അടിച്ച് കിടന്ന് ഞങ്ങളെ ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യം ചെയ്തു തന്ന്. ഇന്നലെ അവർ ഫുഡും തന്ന്. ഇന്നലെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ തന്ന്. ഒരു പുതിയ വീടാട്ടോ. ഫസ്റ്റ് ഗസ്റ്റാണ് നമ്മൾ. വേറെ ആരും ഇവിടെ താമസിച്ചിട്ടില്ല. പുതിയ വീടാണ്, പണിയാൻ പോകുന്നൊരു വീടാട്ടോ. അതുപോലെ തന്നെ ഇവിടെ നല്ല കൃഷിയും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ
കുഴിച്ചിട്ടുണ്ട് ഇവർ. നല്ലൊരു അടിപൊളിയാണ്. കേരളത്തിലേക്ക് തമിഴ്നാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിൽക്കാൻ ചോദിച്ച സ്ഥലം ഇതാട്ടോ. ഇപ്പോൾ ഏരിയ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ടീ എസ്റ്റേറ്റാണ് ഇവിടെയൊക്കെ. അതായത് ഡാർജിലിംഗ് എത്തുന്നതിന് മുമ്പാണിത്. ഫുള്ള് ടീ എസ്റ്റേറ്റും കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. നോക്കിയേ, ഡാർജിലിംഗ് ടീ. നമ്മൾ ഈ തോട്ടത്തിൻ്റെ ഇടയിലാണ് താമസിച്ചത്. ഫുള്ള് ടീ എസ്റ്റേറ്റാണ് ഇവിടെ. ടീ പ്ലാന്റ്സ്, ഫുൾ ഓഫ് ടീ പ്ലാന്റ്സ്. ഇറങ്ങട്ടെ. നല്ലൊരു സ്ഥലമാട്ടോ ഇത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് സൂര്യൻ വന്നത്. ഇതുവരെ സൂര്യൻ്റെ വെളിച്ചമില്ലായിരുന്നു. ഫുള്ള് ടീ ആട്ടോ. ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അങ്ങ് മുതൽ ഇങ്ങ് വരെ. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതും ടീ പ്ലാന്റ്സിൻ്റെ സൈഡിൽ കൂടി തന്നെ ആയിരിക്കും. കാരണം ഡാർജിലിംഗ് അറിയാമല്ലോ, ഇന്ത്യാസ് ഫേമസ് ടീ ആണ്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ആസാം ടീയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഡാർജിലിംഗ് ടീയിലേക്ക് പോവാണ്. അപ്പോൾ ഡാർജിലിംഗ് ടീൻ്റെ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ രാവിലെ തന്നെ പോകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മൊത്തം കണ്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇതാ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ തന്നെ ചായ കേട്ടോ. വേറെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി ഒന്നും ഇട്ടിട്ടില്ല, ചായ പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളെ നിൽപ്പിച്ച ആളുണ്ട്. ഇവിടെ എവിടെ പോയി? ഇതാ ഇവിടെ ഉണ്ട്. ഹായ് ബ്രോ, യുവർ നെയിം ജസ്റ്റ്? കഞ്ചൻ റായ് ഫ്രം ഡാർജിലിംഗ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാനും സ്റ്റേയും കാര്യങ്ങളൊക്കെ പുള്ളിയായിട്ട് ഇടപാടാക്കിയത്. പുള്ളിയുടെ ഒരു ബ്രദറും കൂടി ഉണ്ട്, ഇപ്പം വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ ചോറും കറിയും എല്ലാം കൂടി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമുക്ക് ചായയും കൊണ്ട് തന്ന്. ഡാർജിലിംഗ് ടീ ഇതാ ഇവിടെ വിളയുന്ന ടീയാണ്. അപ്പോൾ നമുക്കത് ഇത് കുടിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളെ അനിയൻ ചക്കൻ കൂടി എത്തിയിട്ടുണ്ട്. നാം പോലോ നിമേഷ്. അപ്പോൾ അനിയൻ ചക്കൻ കൂടി എത്തിയിട്ടുണ്ട്. ഇവർ ഈ ഇഷ്ടിക കട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു രാവിലെ തന്നെ. ഇതാ മറ്റേ പ്രോഗ്രാം കേട്ടോ. ഹംജാരെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ, സി യു. ഞങ്ങളങ്ങനെ അവരോട് ഭയം പറഞ്ഞ് ഇതാ മുന്നോട്ടേക്ക് വന്നൊരു ചെറിയ വില്ലേജ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ വില്ലേജുകളോട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഡാർജിലിംഗ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാർജിലിംഗിൻ്റെ ഒരു 20 കിലോമീറ്റർ മുമ്പുള്ള വില്ലേജ് ആട്ടോ. അതായത് ഡാർജിലിംഗിൽ എത്താൻ ഇനി 20 കിലോമീറ്ററുകൾ മാത്രം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വില്ലേജ് കാണുന്നതിന് മനസ്സിന് കുറച്ച് സന്തോഷമൊക്കെ കേട്ടോ. ഈ സിറ്റി കാണുന്ന പോലെയല്ല വില്ലേജ് കാണുമ്പോൾ. എനിക്ക് പ്രത്യേകിച്ച് വില്ലേജ് കൂടി സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ മാപ്പും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അധികം വില്ലേജിലൂടെ തന്നെ സെലക്ട് ചെയ്തിട്ട് പോകുന്നത്. നല്ലൊരു രസമാണ് വില്ലേജ് കൂടി തന്നെ പോകാനായിട്ട്. നോക്കിയ ചെറിയ വീടുകളും പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് നല്ല ഹെൽപ്പിങ്ങും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മിക്കതും വില്ലേജ് കൂടി തന്നെ പോകാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഫുള്ള് നമ്മളെ ഡാർജിലിംഗ് ടീ. സ്റ്റാർട്ടിങ് ഇവിടെയൊക്കെ ഡാർജിലിംഗ് ടീ തന്നെയാണ് പറയുക കേട്ടോ. വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ഡാർജിലിംഗിൻ്റെ 10-15 കിലോമീറ്റർ മുമ്പാണെങ്കിലും ഇതിനൊക്കെ ഡാർജിലിംഗ് ടീ തന്നെയാണ് പറയുക. ഫുള്ള് മലനിരകളിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും കാണാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ വേറൊരു മലയിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ അയ്യ മലേൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ടീ എസ്റ്റേറ്റ് ഇങ്ങനെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കേട്ടോ. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഡാർജിലിംഗിൽ മാത്രം പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിതാ ആ ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ചെറിയ കാട്ടിൽ കൂടി എത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കാട്ടിൽ വരെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വന്ന വഴിക്കുള്ള വില്ലേജ് ആട്ടോ ഇത്. നല്ല രസമായിട്ട് കാണാൻ. അവിടെ കണ്ടോ ഫുള്ള് ടീ പ്ലാന്റ് ആണ്. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു ടൗൺ പോലത്തെ സെറ്റപ്പാണിത്. ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ മേലോട്ടേക്കാട്ടോ പോകേണ്ടത്. ഡാർജിലിംഗ് എത്തിയിട്ടുണ്ട്. ഡാർജിലിംഗിൻ്റെ ടൗൺ ഏരിയ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ളത്. മെയിൻ ടൗൺ ആട്ടോ ഇത് ഡാർജിലിംഗിൻ്റെ.
ഡാർജിലിംഗ് സിറ്റി ഇതിനുള്ളിലൊക്കെ കടകളും കാര്യങ്ങളും വീടുകളും എല്ലാം ഉണ്ട്, കാറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ട്രാഫിക് ഏരിയ ആണ്. കുത്തനുള്ള സ്ഥലമാണ് നമ്മൾ പെട്ടുപോയത്. കുത്തനല്ല, കുറേ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലൊക്കെ. നമ്മളിപ്പോൾ ഇതാ റംഗീത്ത് ടീ എസ്റ്റേറ്റിന് സൈഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ സ്റ്റാൾസ് ഉണ്ട്. മറ്റേ ടീ വിൽക്കുന്ന കേട്ടോ, ടീ പൗഡർ വിൽക്കുന്നതാണ്, ചായപ്പത്തി വിൽക്കുന്ന സ്ഥലമാണ് ഇത് മൊത്തം. അപ്പോൾ നമ്മളിതാ 8ാം നമ്പറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ നമ്മൾ ഹ്യൂജ് എമൗണ്ടാണ് വന്നത്. അപ്പോൾ ഇവർ നമുക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ചായ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരികയും ചെയ്യും. ഇതുണ്ടോ, നമുക്ക് ചായ ചെക്ക് ചെയ്യാൻ വേണ്ടി തരികയും ചെയ്യും. നമ്മളെ പാക്കറ്റാണിത്. ഇത് നമ്മൾ 5 കിലോ ആണ് എടുക്കുന്നത്. പിന്നെ എനിക്കൊരു കിലോ, മൂപ്പർക്ക് 5 കിലോ എടുക്കുന്നത് അല്ലേ. ഡാർജിലിംഗ് ടീ ആണ് മൊത്തം. അപ്പോൾ നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് എടുക്കുകയാണ് എല്ലാ സാധനവും. 250 ആ ഇതുണ്ടോ, പൗഡറാണ്, ടീ പൗഡറാണ് ഇത്. ടീ പൗഡറിൽ ഇവർ ഇങ്ങനത്തെ രീതിയിലാണ് ഡാർജിലിംഗ് ടീ ഉണ്ടാവുക. ഫുള്ള് നമ്മളെ സാധനം കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക ഇവിടുത്തെ ടീ എന്ന് പറയുന്നത്. ഇവർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സാധനമൊക്കെ തരും. ഇതിനുള്ളിൽ ഇങ്ങനെ പാക്കറ്റായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം തരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചായ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇവരിങ്ങനെ 250 ഗ്രാമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതും കഴിഞ്ഞിട്ട് ഇവിടുത്തെ ടീ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ, ടീ ഫാക്ടറി ഇല്ല, ടീ എസ്റ്റേറ്റൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. നമ്മളിപ്പോൾ ഇതാ ഡാർജിലിംഗ് സിറ്റി കൂടി ആട്ടോ പോകുന്നത്. ഇതാണ് മെയിൻ ഡാർജിലിംഗ് സിറ്റി. ഫുള്ള് ട്രാഫിക്കാണ്. അതായത് ചെറിയ റോഡായതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക് വരുന്നത്. വണ്ടികളൊക്കെ സൈഡിലൊക്കെ പാർക്കിംഗ് ആണ്, റോഡ് സൈഡിലൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല റഷ് ഏരിയ ആണിത്. വണ്ടിയൊക്കെ പതിയെ പോകുള്ളൂ. ഫുള്ള് ട്രാഫിക്കാട്ടോ. എല്ലാ വണ്ടിയും ഇങ്ങനെ സൈഡിലൊക്കെ നിർത്തിയിട്ടിട്ട് ഫുള്ള് ട്രാഫിക്കാണ് ഇവിടെ. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും. ഇതാണ് നമ്മുടെ ഡാർജിലിംഗ് സിറ്റി. ഫുള്ള് ബിസി ഏരിയ, ഫുള്ള് ബസ്സുകളും കാര്യങ്ങളും, സിലിഗുരിക്കേക്കുള്ളതും പിന്നെ പല സ്ഥലത്തുള്ളേക്കുള്ളതും ഒക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെയാണ്. റോഡ് മൊത്തം പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഫുള്ള് ട്രാഫിക്കായിട്ടാണ്. ഓരോ വണ്ടികളൊക്കെ പതിയെയാണ് പോകുന്നത്. ഇവിടെ മൊത്തം കടകളും കാര്യങ്ങളൊക്കെ ആട്ടോ. ഫുള്ള് ബിൽഡിങ്ങാണ്. ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട്. ഇവിടെ നടക്കാനേ പറ്റുള്ളൂ. നേരെയാണ് നമുക്ക് പോകുന്നത്. ഒരു ട്രെയിൻ പോകുന്നുണ്ടോ, നമ്മളെ പാലത്തിൻ്റെ മുകളിൽ കൂടി തന്നെ ട്രെയിൻ പോകുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കൂടിയും പോയി. ഇത് മൊത്തം ട്രാഫിക് ആട്ടോ. ചെറിയ റോഡായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. നമ്മളിപ്പോൾ മുമ്പിലായതുകൊണ്ട് ബേക്കിൽ നിന്നുള്ള വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ. മുമ്പിലധികം വണ്ടികളൊന്നുമില്ല. റൈറ്റ് സൈഡിൽ മൊത്തം ട്രാഫിക്കാണ്. നോക്കിക്കോ, ഒരു വണ്ടി മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്നത്. ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. പണ്ടത്തെ ട്രെയിനാണിത്. നോക്കിക്കേ, അതുകൊണ്ട് കാണാൻ പറ്റും ദിവസമൊക്കെ. ഈ ട്രാഫിക് കൂടിയാണ് ട്രെയിൻ പോവുക. ഈ ട്രാഫിക് കൂടിയാണ് ട്രെയിൻ പോകുന്നത്. അങ്ങ് വരെ ഉണ്ട് ട്രാക്ക്. സിലിഗുരിക്കുള്ള ട്രാക്കാണ്. സിലിഗുരി അല്ല, ജയ്സൽഗിരിയിലേക്കുള്ള ട്രാക്കാണ് ഇത്. ഈ ട്രാക്കിൽ കൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഇപ്പം ട്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ നമ്മളിതാ താങ്ക് യു വിസിറ്റ് അഗെയിൻ കണ്ടോ, ബോർഡ് കണ്ടോ. അതായത് ഡാർജിലിംഗ് നമ്മൾ വിട്ടിരിക്കുകയാണ്, ഡാർജിലിംഗ് സിറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡാർജിലിംഗ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നേരെ നേപ്പാൾ ബോർഡറിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. എല്ലാ സ്ഥലത്തും കോട കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ വഴിയൊക്കെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോവാതെ നമ്മൾ നേരെ നേപ്പാൾ ബോർഡറിലേക്കുള്ള യാത്രയാണ്. മെറാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബൈക്ക് കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. അതായത് വെസ്റ്റ് ബംഗാളിൽ മെറാക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക്. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഞങ്ങളെ ഫുൾ ട്രാക്കാണ് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ ടോയ് ട്രെയിനിൻ്റെ ട്രാക്കാട്ടോ നേരെ ഡാർജിലിംഗിലേക്ക് വരുന്നത്. നല്ല അത്യാവശ്യം കത്തി റേറ്റുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ബുക്കൊക്കെ ചെയ്യണം, എന്നാലേ നമുക്ക് അതിനകത്ത് പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മളെ യാത്ര മുന്നോട്ടേക്ക് പോകാം. നല്ല രസമുണ്ട് കേട്ടോ കോടയൊക്കെ കയറിയിട്ട്. അപ്പോൾ നമ്മളെ ഡാർജിലിംഗിൽ വന്നിട്ട് കോട കണ്ടിട്ടില്ല എന്ന് പറയണ്ട, ഫുൾ പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഇതിനുള്ളിൽ കോട ഉണ്ടല്ലോ അറിയാം എത്രത്തോളം ഉണ്ട്. നമ്മളെ ക്യാമറ കുറച്ചും കൂടിയും ഈ കോടേനെ മങ്ങിപ്പിച്ചാളി, അതായത് കോടേനെ ഇല്ലാതാക്കി കളി, അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ഫൂട്ടേജ് കിട്ടുന്നത്. ഇതിനേക്കാൾ നല്ല കോട ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി മൊത്തം ഫുള്ള് കോടയായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറേൻ്റെ അത് നമ്മളെ അപ്പർച്ചർ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൂട്ടുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അപ്പോൾ നമുക്ക് കോട ഇല്ലാതായിട്ടാണ് കാണുക. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇതാ ഇവിടുത്തെ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പൈൻ ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. കയറിക്കോ നമുക്ക് പൈൻ ഫോറസ്റ്റ് കാണാമല്ലോ. ഡാർജിലിംഗിൽ വന്നിട്ട് പൈൻ ഫോറസ്റ്റ് കണ്ടില്ല എന്നുള്ള പറയണ്ട. കോടയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം വെയിലൊന്ന് ഉദിച്ചിട്ടുണ്ട്, കളർ വന്നിട്ടുണ്ട്. നേരത്തെ വരെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഫുള്ള് കോട ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നടന്നു പോകാം കേട്ടോ. ഇപ്പം കയറിയിട്ടേ ഉള്ളൂ, ഇങ്ങനത്തെ കുറേ ഉണ്ട്. നമ്മളെല്ലാ സ്ഥലത്തും പൈൻ ഫോറസ്റ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ ഡാർജിലിംഗിൻ്റെ പൈൻ ഫോറസ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഡാർജിലിംഗിൽ കയറിയിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറയുന്നില്ല. നമ്മൾ ടീ എസ്റ്റേറ്റ് കൂടിയാണ് ഫുള്ള് പോയത്. മെയിനായിട്ട് ഡാർജിലിംഗിൽ എന്ന് പറഞ്ഞാൽ ടീ എസ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ ടോയ് ട്രെയിൻ, ആ ട്രെയിനിൽ ഞങ്ങൾ കണ്ടുള്ളൂ, കയറാൻ പറ്റിയിട്ടില്ല. കാരണം കയറാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊട്ടിയിൽ ഞാൻ ഓൾറെഡി കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ജയ്പൽഗുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വേണം ഡാർജിലിംഗിലേക്ക് വരാൻ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ കയറാത്തതിൻ്റെ ഉദ്ദേശം അതാണ്, അവിടെ നിന്ന് കയറിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ നമ്മൾ വേറെ രീതിയിലൊക്കെയാണ് വരികയാണെങ്കിൽ കയറാൻ പറ്റും. ഇപ്പോഴും കയറാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ ഒഴിവാക്കിയതാണ്, നല്ല പൈസ ഉണ്ടായിരുന്നു കയറാനായിട്ട്. അപ്പോൾ അതൊക്കെ ടൂറിസ്റ്റിൻ്റെ സാധനമാണ്. നമ്മളിങ്ങനെ സ്ഥലങ്ങൾ കണ്ട് ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുള്ളൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് കുറച്ച് കണ്ടു വെച്ചിട്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അവരോട് സംസാരിച്ച് അവരെങ്ങനെയാണ് അവർ താമസിച്ച് അങ്ങനത്തെ രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ പൈൻ ഫോറസ്റ്റ് അടിപൊളി വ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കോടയൊക്കെ കയറിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കോട ഇങ്ങനെ അടിച്ച് കയറിയിട്ടുണ്ട്. നമ്മളെ കോടയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ നേപ്പാളിലാണ് കേട്ടോ ഉള്ളത്. ഇതാ കണ്ടോ, നേപ്പാൾ ടാങ്ക് നേരിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇന്ത്യയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ നേപ്പാളത്തെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഇതാ ഇന്ത്യയിലേക്കുള്ള ഇതാട്ടോ. നമുക്ക് നേപ്പാളിലേക്ക് പോകാൻ പറ്റില്ല ഗൈസ്, നമ്മളെ ചതിച്ചു. നേപ്പാളിലേക്ക് പോകാൻ പറ്റില്ല. ഒറിജിനൽ RC ബുക്കില്ലാണ്ട് കടത്തി വിട്ടില്ല. ഞങ്ങളുടെ ഫോണിലാണ് RC ബുക്ക് ഉള്ളത്, ഒറിജിനൽ ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻ്റൗട്ടൊക്കെ എടുത്തുള്ളൂ. ചെറിയ മിസ്റ്റേക്ക് ആട്ടോ ഞങ്ങളിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ വെൽക്കം ടു നേപ്പാൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മളിതാ ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണുള്ളത്. നേപ്പാളിൽ പോകാൻ പറ്റില്ല ഗൈസ്, വെരി സോറി. അപ്പോൾ നമുക്ക് RC ബുക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നേപ്പാളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആട്ടോ, ഞാൻ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് എടുക്കാൻ മറന്നു പോയത്. എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത്രയും ദൂരം നമ്മൾ ഞാൻ RC ബുക്കില്ലാണ്ട് വന്നത് തന്നെ ഇന്ത്യയിൽ മറ്റേ ഓൺലൈൻ ഇത് മാത്രം മതി. അപ്പോൾ അത് കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അതുകൊണ്ട് ഒരു രക്ഷയില്ല, നമുക്ക് പോകാൻ പറ്റില്ല. അവർ ഞാൻ കുറേ ചോദിച്ചു നോക്കി. അപ്പോൾ നമ്മൾ വെൽക്കം ടു നേപ്പാൾ ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ, ഉള്ളിലൊന്നും ജസ്റ്റ് കയറാനേ പറ്റുള്ളൂ. അതൊരു വിസിറ്റ് ആവില്ല, കൺട്രി വിസിറ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഖേദിക്കുന്നുണ്ട് അതിൽ. അല്ലാണ്ട് പോകാൻ പറ്റും, വണ്ടി ഇല്ലാണ്ട് ജസ്റ്റ് ആധാർ കാർഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് എത്ര ദിവസം വേണേൽ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ നേപ്പാൾ ഇന്ത്യ, ഇത് ഇന്ത്യയാണ്, അപ്പുറത്താണ് നേപ്പാൾ. വെൽക്കം ടു നേപ്പാൾ. ഞാൻ ആദ്യം അറിഞ്ഞതിന് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മളെ ബോർഡറിനടുത്തുള്ള കടകളും കാര്യങ്ങളാണ് ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ നമ്മളെ ആധാർ കാർഡ് കൊടുത്തിട്ട് ചെക്ക് ചെയ്തിരിക്കണമെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പോൾ വണ്ടി ഇല്ലാണ്ട് വേണമെങ്കിൽ പോകാൻ പറ്റും, വണ്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മടങ്ങിയ രക്ഷയുള്ളൂ. ഐ ആം വെരി സോറി, എനിക്ക് തന്നെ പോകാൻ പറ്റാത്തതിന് വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ വെസ്റ്റ് ബംഗാളിൽ തന്നെ കറങ്ങിയിട്ട് അങ്ങനെ തന്നെ ബീഹാർ വഴി പോകാമെന്നാണ്. നമ്മളിപ്പോൾ ഇതാ നേപ്പാളിൽ കൂടി നടക്കുക കേട്ടോ. നേപ്പാളിൽ കൂടി നടക്കുകയാണ്. നേപ്പാളിൻ്റെ നമ്പർ പ്ലേറ്റ് ആണിത്. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്പറിന്. അപ്പോൾ എല്ലാവരും വരുന്നത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഒറിജിനൽ ഐഡിയും വേണം. അതുപോലെ തന്നെ എന്താ പറയുക, അല്ല ഞങ്ങൾക്കോ പറ്റി വണ്ടീൻ്റെ RC നമ്മളെ കയ്യിൽ ഒറിജിനൽ ഇല്ലായിരുന്നു. നമ്മുടെ അടുത്ത് മൊബൈലിൽ മാത്രമായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഒറിജിനൽ നമ്മളെ ചങ്ങായിൻ്റെ അടുത്ത് വീട്ടിലേടി വെച്ചെന്ന് ഓർമ്മയില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയാണ് ഒരു ദിവസം ബൈക്കിന് ഇതിനുള്ളിൽ വരുന്നത്. അപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. 100 രൂപ കയ്യിൽ വെക്കണം, ഒറിജിനൽ ഡോക്യുമെൻറ്റ്. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം ആവശ്യം വരില്ല. അപ്പോൾ നമ്മളിപ്പം വെറുതെ ഒന്ന് നടന്നു വന്നതാണ് നേപ്പാളിലേക്ക്. അങ്ങനെ നമ്മൾ നേപ്പാളിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയി കേട്ടോ. അവിടുത്തെ വില്ലേജൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ. ചിക്കൻ ഫ്രൈഡ് റൈസ് കേട്ടോ പറഞ്ഞത്. 100 രൂപയാണ് ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസിന്.
അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. സോസൊക്കെ കൂട്ടി ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഉള്ളിൽ കയറാത്തതുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. നമ്മൾ ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വെസ്റ്റ് ബംഗാൾ തന്നെ പോയിട്ട് ഇന്ത്യയിലേക്ക് കയറിയിട്ട് വെസ്റ്റ് ബംഗാൾ തന്നെ പോയിട്ട് കറങ്ങാൻ പോകും. മെറക്ക് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൂടി പോയിട്ട് ഇരുപൂര് വഴിയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്. ഇത് കഴിച്ചിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. അപ്പം നേപ്പാളിലെ ഒരു ഹോട്ടലിൽ നിന്ന് നല്ലൊരു വില്ലേജ് അല്ലേ, നല്ല രസമില്ലേ കാണാൻ. അവിടെ ഇങ്ങനെ കോടയൊക്കെ അടിഞ്ഞ് നല്ല രസമുണ്ട്. അവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. നല്ല മനോഹരമായിട്ട് പച്ചപ്പൊക്കെ കയറിയിട്ട് നല്ല രസമുണ്ട്. നമ്മളെന്നാലും നേപ്പാളിൻ്റെ ഈ സ്ട്രീറ്റിലൂടെ പശുപതി നഗർ എന്ന് പറഞ്ഞ ഗ്രാമമാണിത്. അപ്പോൾ അതുണ്ട്, ആ ഒരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെന്തോ പറയും, എന്തോ ബിയറാ, എന്തോ ഒരു സാധനം ഉണ്ട്. നമ്മളപ്പം പശുപതി നഗരത്തെ തൂങ്ങി കിടക്കുന്നത് പശുപതി നഗരത്തെ സ്ട്രീറ്റിൽ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ പോവാം കേട്ടോ. പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്, മറ്റേ സാധനം വിട്ടിട്ട്, ബബിള് വിട്ടിട്ട് പിള്ളേർ ചാടി ചാടി കളിക്കുന്നുണ്ടോ, നല്ല രസം കാണാൻ. അതാ ഞാൻ പിടിച്ച് എന്ന് പറഞ്ഞു, ഞാൻ പിടിച്ച് എന്ന് പറയുന്ന പോലെ തന്നെ ഉണ്ട്. അതെ. ഓ അതിൻ്റെ ഉള്ളിലേക്ക് ബോളടിച്ചിട്ട്. അർണബ്, നൈസ് ടു മീറ്റ് യു. ഇവിടുത്തെ പിള്ളേർ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക കേട്ടോ സ്ട്രീറ്റിലൊക്കെ. ഞാനൊരു തട്ടിട്ട് വെറുതെ അപ്പോൾ നോക്കി. അപ്പോൾ നമ്മൾ വെറുതെ സ്ട്രീറ്റിൽ കൂടി നടക്കാം കേട്ടോ, നല്ല രസമുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ തന്നെ ഉള്ളതായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റൂല. അതൊക്കെ എല്ലാ ഡ്രസ്സിൻ്റെ കടകളൊക്കെ കേട്ടോ മുന്നോട്ടേക്കൊക്കെ. അപ്പം നമ്മളെ അതിൻ്റെ മുകളിൽ പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ, എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. വണ്ടിയുണ്ട് ഇത് കണ്ടോ, പൂവ് നല്ല മനോഹരമായിട്ടുള്ളുണ്ട്. ഓ നല്ല രസമുണ്ട്. ഇത് ഏതാ സാധനം ഒന്നും തോന്നിയില്ല, അടിപൊളി പൂവ് കേട്ടോ. അതുപോലെ ഇതാ നമ്മളെ കാട്ടിൽ വളരുന്ന ടൈപ്പ് പൂക്കളൊക്കെ ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, എല്ലാ ഹോട്ടലിലും മദ്യം കിട്ടും, എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതേപോലെ പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ഹോട്ടലിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ചെറിയൊരു സ്ട്രീറ്റാണ് ഇവിടെയുള്ള. ഇവിടെ ഫുള്ള് ഡ്രസ്സും അതുപോലെ തന്നെ പർച്ചേസിങ് ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്ട്രീറ്റിലുള്ളത്. ഇവിടെയൊക്കെയുണ്ട് ജാക്കറ്റും കാര്യങ്ങളും തന്നെയാണ്, തണുപ്പത്തിരുന്ന സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ അങ്ങ് വരെ പോവുകയാണെങ്കിൽ ഇതേപോലത്തെ കുറേ ഉണ്ടാവും. ഇത് നമ്മൾ കറക്റ്റ് ഇന്ത്യനെ ബോർഡർ ആയതുകൊണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് വന്നത്. ഫുള്ള് ഉണ്ട് കേട്ടോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമ്മളിതാ തിരിച്ച് ഇന്ത്യയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ വണ്ടി സുരക്ഷിതമായിട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഫോഗൊക്കെ ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. ആർന്ന് നേപ്പാളിൽ നിന്ന് ഫോഗ് ഇങ്ങനെ അടിച്ച് നമ്മളെ നെഞ്ചത്തേക്ക് കയറുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വഴി തന്നെ മെറക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാം. മെറക്കിൽ നിന്ന് നേരെ സിലിഗുരിയോ അല്ലെങ്കിൽ നമ്മൾ ബീഹാറിലേക്ക് കയറുന്ന രീതിയിലോ എങ്ങനെയാണെങ്കിലും പോകണം. അപ്പോൾ അതാണ് നമ്മളിനി പ്ലാന്. പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല നേപ്പാൾ. ഇനി എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിയിട്ടേ ഉള്ളൂ, അതൊരു ഇന്ത്യ വിസിറ്റ് ചെയ്യില്ല, നേപ്പാൾ വിസിറ്റ് ആവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇന്ത്യയിൽ കൂടി തന്നെ ഇനി ഉത്തരാഖണ്ഡ്, ബീഹാർ, ഇനി UP, അത് കഴിഞ്ഞിട്ട് ഹരിയാനയും കഴിഞ്ഞിട്ട് ഉത്തരാഖണ്ഡ്, ഇല്ലെങ്കിൽ ഹരിയാനയുടെ മുമ്പ് ഉത്തരാഖണ്ഡ് കയറാം. അപ്പോൾ പോവാം. അപ്പോൾ നമ്മൾ നേപ്പാളിൽ കയറാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന വിഷമത്തോടെ നേരെ ബീഹാറിലേക്കുള്ള വഴിക്കാണ് നമ്മൾ പോകുന്നത്. നോക്കിക്കേ, ഈ വില്ലേജ് ഫുള്ളായിട്ട് കോട കയറി നിറഞ്ഞുണ്ടോ. അതുപോലെ തന്നെ നമ്മളെ റോഡിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കല്ല് പിടിപ്പിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം വെസ്റ്റ് ബംഗാളിൽ നിന്ന് സിക്കിമിൽ കയറുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എല്ലാ റോഡിനും ചെറുതായിട്ട് കല്ല് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മെറക്ക് എന്ന് പറഞ്ഞൊരു വില്ലേജ് ആട്ടോ കഴിഞ്ഞത്. മെറക്ക് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് കഴിഞ്ഞത്. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കോട കയറിയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും. വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കാണുന്ന വീഡിയോ ഒന്നല്ല ശരിക്കും അനുഭവം. നമ്മളെ മനസ്സൊക്കെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് സാധനമായിരുന്നു അത്. അപ്പോൾ നമ്മളെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളെ മുന്നോട്ട് പോകുന്നത്. എല്ലാ സ്ഥലത്തും ഇവിടെ തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലം കാണുന്നൊരു ഇടയ്ക്കിടയ്ക്ക് കണ്ടം പോലെ എല്ലാ സ്ഥലത്തും തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ മെറക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടി നിങ്ങളെന്തായാലും ഡാർജിലിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മെറക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ഇവിടെ കണ്ടോ കുറേ ആൾക്കാരിങ്ങനെ കൊട്ടയൊക്കെ എടുത്തിട്ട് കൂടി നിൽക്കുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തേയിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടത്തേക്കാണ് കൊണ്ടുവരിക, മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന പോലെ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവർ വീതിച്ച് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കൊട്ടയെടുത്തിട്ടിട്ട് തേയില പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നോക്കാം, നമുക്കിവിടെ നിർത്തിയിട്ട് നോക്കാം.
നമ്മളിപ്പോൾ ഇതാ ഒരു തേയിലത്തോട്ടത്തിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇവിടെ തേയില പറിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് പറിക്കുന്നതെന്നൊക്കെ. അവരോട് ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുള്ളൂ, വെറുതെ പോയിട്ട് വീഡിയോ എടുക്കില്ല. ഇതാണ് ഈ തേയിലത്തോട്ടം. ഞാൻ ദൂരം നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. കോടയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ, അതാ മങ്ങിയതുപോലെ ഫുള്ള് തേയിലയാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. ആൾക്കാരൊക്കെ കൊട്ടയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്, ഫുള്ള് അങ്ങ് വരെ പോകുന്നുണ്ട്. പക്ഷേ കട്ടയിൽ നിന്ന് കിട്ടുമെന്നറിയില്ല, അവർ വേറെ ഏതോ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സാധനമൊക്കെ എടുത്തിട്ട് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇങ്ങെത്തി കേട്ടോ, അവിടെ നിന്ന് ഇങ്ങെത്തി ഡാർജിലിംഗത്തെ തേയിലത്തോട്ടത്തിൽ. നമ്മൾ മൂന്നാറിലൊക്കെ പോയിട്ടുണ്ട്, ഡാർജിലിംഗിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ കണ്ടോ ഒന്നും ഇല്ലാത്തത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ പിടിച്ചത് മാത്രമേ ഇങ്ങനെ കിടക്കുന്നുള്ളൂ, ബാക്കി മൊത്തം നശിച്ചു പോയതാണ്. അതുകൊണ്ടാണ് ഫുൾഫില്ലായിട്ട് ഇല്ലാത്തത്. നമ്മുടെ നാട്ടിലൊക്കെ തേയിലത്തോട്ടം വെച്ചിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് നിൽക്കും. ഇവിടെ ഇത് ആൾക്കാരൊക്കെ ഈ സാധനമൊക്കെ വെച്ചിട്ട് കൊട്ടയൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് അങ്ങ് ദൂരേക്ക്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ, അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ തിരിച്ചിറങ്ങും. എല്ലാ ആൾക്കാരും കൊട്ടയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടോ, തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഇങ്ങനെ നടന്ന് പോവാട്ടോ. നല്ല രസമുണ്ട് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോയിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് സഞ്ചരിക്കാം. നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ തന്നെ കയറിയിട്ട് പോകേണ്ട അവസ്ഥ വന്ന്. ശരിക്കും നമ്മൾ നേപ്പാളിൽ കൂടി പോകേണ്ടതായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങോട്ടേക്കാണ് വന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വീഡിയോൻ്റെ ഉൾക്കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാൽ നേപ്പാളിൽ പോയി നേപ്പാളത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നുണ്ടായിരുന്നു, അതിനായിരുന്നു വന്നത്. പക്ഷേ അത് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്നത്തെ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്ക് വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ വളരെ കുറവാണ്. ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കുറച്ചും കൂടി ഉഷാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വരെ എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.